എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാൻ ഒരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയിലെങ്കിലും എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചോട് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ ഉറങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് അവസാനം കിച്ചുവിൻ്റെ മറുപടി എങ്ങനെ വന്നു? ഈ മറുപടി കേട്ടതിന് പിന്നാലെ കിച്ചുവിനെ ഇനി കുറ്റം പറയാനോ ഒന്നും തന്നെ ആരും നിൽക്കരുത് ശരിക്കും പറഞ്ഞാൽ. കാരണം അവന് തോന്നിയ പോലെ അവൻ ചെയ്യട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അവനെ ഇതിൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല. കാരണം അവനുണ്ടായ അനുഭവം അവൻ തുറന്നടിച്ച് പറഞ്ഞു. ഇത് അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതായത് ഈ പറയുന്ന അവനെതിരെ കമൻറ്റ് ചെയ്യുന്നവർ തന്നെ അവനെ പറയിപ്പിച്ചതാണ് അവനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ അവനിപ്പോൾ ചെയ്തൊരു വീഡിയോ കാരണം എന്ന് പറയുന്നത്, അവനെതിരെ ഒരു വീഡിയോ ഒരുത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന രീതിയിൽ രേണുവിനെ കാണാൻ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിച്ചു ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ആർക്കോ വേണ്ടിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്ത വീഡിയോ ചെയ്തതിൽ പ്രതികരിച്ചാണ് ഇപ്പോൾ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് തന്നെ കിച്ചു ഇപ്പോൾ ചെയ്ത വീഡിയോയ്ക്ക് താഴെ തന്നെ അവൻ തന്നെ പിൻ ചെയ്ത് വെച്ചൊരു കമന്റ് ഉണ്ട്. അത് ഞാൻ അത് വായിക്കാം. ഇങ്ങനൊരു വീഡിയോ ചെയ്യണം ഒന്നും ഞാൻ വിചാരിച്ചതല്ല. എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഇട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ വീഡിയോ തന്നെ അവൻ പറയുന്നുണ്ട്. അതായത് അവന് 2 വയസ്സിൽ അവൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം എന്താണ് ഏതാണ് എന്ന് അറിയാതെ പോയ ഒരു വ്യക്തിയാണ്. അവൻ തന്നെ തുറന്ന് പറയുന്നുണ്ട് ആ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനെ വളർത്തിയ ആ ഒരു ഇത്, രേണുവിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം അവൻ തന്നെ പറഞ്ഞു. ഈ പറയുന്ന രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലൈവ് എത്രത്തോളമാണ് ബാധിക്കുന്നത് കിച്ചുവിനെ അല്ലെങ്കിൽ ഋതപ്പന എന്നതിനെ കുറിച്ച്. അപ്പോൾ ഇവനിപ്പോൾ വന്നെല്ലാം തുറന്നു പറഞ്ഞു. കിച്ചു പറഞ്ഞൊരു കാര്യമാണ്, കിച്ചു രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് രേണുവിൻ്റെ ആ ഒരു ലൈവ് വീഡിയോ കണ്ടിട്ട് ഏതൊരു മകനായാലും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കിച്ചുവിനും തോന്നിയിട്ടുള്ളത്. അതിൽ നമുക്ക് കിച്ചുവിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ കിച്ചു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാനൊന്ന് വായിക്കാം. എന്താണ് ആ മെസ്സേജ്, കിച്ചു ഇട്ട ആ മെസ്സേജ് എന്ന് ഞാൻ ആദ്യം വായിക്കാം. കിച്ചു ഇട്ട മെസ്സേജ് എന്ന് പറയുന്നത്, രേണുവിനിട്ട മെസ്സേജ്. ഹലോ, ഞാനൊരു കാര്യം പറയാനാണ് മെസ്സേജ് ഇട്ടത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ഇങ്ങനെ ഒക്കെ ആണോ കാണിക്കേണ്ടത്? അത്ര ഷോസ് പ്രൊമോഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ചുകൂടെ? ഫെയിമായിട്ട് നിൽക്കുവല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണം. ഋതപ്പനെ ഓർത്ത് എങ്കിലും ഇതൊക്കെ നിർത്തുമോ? അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാം, ഫെയിം ഉള്ളത് അല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കെ. അത്രയ്ക്കും വിഷമം വന്നിട്ടാ പറയുന്നത്. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണുവിന് മെസ്സേജ് അയച്ചത്. ഋതപ്പനും ഇതൊക്കെ എഫക്റ്റ് ചെയ്യൂലേ? അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ എടുക്കും അറിയാമല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു രേണുവിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് രേണു തിരിച്ചു അയച്ച മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ലൈവാണ് പോയത്. എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് പിന്നെ ബാക്കിയൊന്നും കാണുന്നില്ല. ഇതിനെക്കുറിച്ച് പലരും വിമർശിച്ചിട്ടുള്ള കാര്യമാണ് രേണുവിൻ്റെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ. അപ്പോൾ കിച്ചു തന്നെ പറയുന്നുണ്ട്, എനിക്ക് 2.5-3 ലക്ഷം രൂപ കിട്ടും ആ ഒരു തരത്തിൽ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ. അതോടുകൂടി കിച്ചു നിർത്തിയെന്നാണ് പറയുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടുള്ള കാര്യം കിച്ചു പിന്നെ നിർത്തി. പിന്നെ രേണുവായിട്ട് ഒരു ഇതും ഇല്ല. അതായത് ഒരു മകൻ എന്ന രീതിയിൽ അവന് തോന്നിയ ആ ഒരു ഫീൽ എന്താണ് എന്നുള്ളത് അവൻ്റെ അമ്മയെ അറിയിച്ചു. അത് ഋതപ്പനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നും അവൻ പറഞ്ഞു. അവൻ ആ ഒരു വീഡിയോ കാണിച്ചപ്പോൾ തന്നെ അവൻ്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ
കരഞ്ഞുകൊണ്ടാണ് ആ ഒരു സംസാരം എന്ന് അത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ. അതായത് കമൻറ്റ് ചെയ്ത് അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ രേണു തിരിച്ചു കൊടുത്ത റിപ്ലൈ അതായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. എന്നിട്ടും അവൻ ഈ ഒരു സന്ദർഭത്തിൽ രേണുവിനെ കാണാനായിട്ട് പോയി. രേണുവിനെ കാണാൻ പറ്റിയില്ല. ഋതപ്പനെ കണ്ടു. അവനെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും ഋതപ്പനെ സന്തോഷിപ്പിച്ചു. അവൻ തിരിച്ചു വന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കട്ടെ, അമ്മയെ കാണാൻ പോകും എന്നുള്ളത് അവൻ പറയുകയുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിച്ചുവിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവന് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം, അവനുണ്ടായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവൻ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രേണു ഈ പറയുന്ന ഒരു അസുഖം വന്നതിന് പിന്നാലെയാണ് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിരുന്ന ആൾക്കാർ പോലും പോസിറ്റീവ് പറയും. അതിന് മുന്നേ എന്തൊക്കെയാണ് രേണുവിനെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു അസുഖം വന്നത് തീർച്ചയായിട്ടും ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. രേണു അതിൽ നിന്ന് റിക്കവർ ആവട്ടെ, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് തന്നെയാണ് കിച്ചു ഇപ്പോഴും രേണുവിൻ്റെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ അവൻ വേറൊരു രീതിയിലും അവനൊന്നും പറയുന്നില്ല. പക്ഷെ അവന് തോന്നിയ ഒരു വേദന അവൻ പങ്കുവച്ചു. അതായത് ഏതൊരു മകനും ഇപ്പോൾ എന്തായാലും ഒരു മകനും തോന്നുന്ന കാര്യം അവൻ തുറന്നു പറഞ്ഞു. ഇതാണ് എന്നുള്ളത് മെസ്സേജ് അയച്ച് പറഞ്ഞു. അപ്പോൾ രേണു കൊടുത്ത റിപ്ലൈ അവൻ തുറന്നു പറഞ്ഞു ഇതാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വിഷയം. ഇതിലിനി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്ന് തെറിവിളി നടത്തുന്നത്, അല്ലെങ്കിൽ കിച്ചുവിന് ആവശ്യമില്ലാത്ത രീതി നെഗറ്റീവ് അടിക്കുന്നത് നിർത്തുക. അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ അവൻ എന്ത് വേണോ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ നിൽക്കുക. കാരണം അവന് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. അവൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു മകനെന്ന രീതിയിൽ അവനുണ്ടായിട്ടുള്ള കാര്യം അവൻ തുറന്നു പറഞ്ഞു. ഇപ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും അവൻ രേണുവിനെ തള്ളി പറയുന്നില്ല. അതുകൂടി ഓർക്കണം. കാരണം അവൻ ഇപ്പോഴും അവൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അമ്മയ്ക്കൊന്നും വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവൻ തുറന്നു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതിവിടെ കൊണ്ട് തീർക്കുക. അതായത് ഇനി ഈ പറയുന്ന രീതിയിൽ കിച്ചു രേണു ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഈ വിഷയത്തെ വേറൊരു തരത്തിൽ കോളമാക്കി ചളമാക്കാതിരിക്കുക. എനിക്ക് എടുത്തു പറയാനുള്ള രേണുവിൻ്റെ അടുത്താണ്. ഇനി രേണു ഇതിന് റിയാക്ട് ചെയ്തുകൊണ്ട് വന്ന് പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക. അതായത് അവന് തോന്നിയ കാര്യം, അവനുണ്ടായ കാര്യം, അതായത് അവനെ കുറ്റപ്പെടുത്തിയപ്പോഴത്തേക്കും അവൻ കാര്യങ്ങൾ തുറന്നു പറയാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് അവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവനെ വളർത്തിയതും അവനുണ്ടായ ജീവിതാനുഭവങ്ങളും കൊച്ചിലെ തൊട്ട് ഇതുവരെയും അവൻ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ തന്നെയും അവനെ അറിയത്തുള്ളൂ. അത് ഈ പറയുന്ന നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ജീവിതത്തിൽ നേരിട്ട ഓരോ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവൻ്റെ അമ്മ, ആ പറയുന്ന രീതി, അവരുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും അവനെ വളർത്തിയ അമ്മ എന്ന് പറയുന്ന ആ അമ്മ ഈ ഇതുപോലെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു മകന് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അവനും തോന്നിയത്. അത് അവൻ തുറന്ന് പറയുക തന്നെ ചെയ്തു. അവൻ മെസ്സേജ് ഇട്ട് അവൻ പറഞ്ഞു. ആ ഒരു തരത്തിൽ അവൻ എന്താ പറയുക, ആ ഒരു മെസ്സേജിൽ തന്നെ അവൻ എന്താ പറയുക, തൊഴുകൈകളോടുകൂടിയാണ് ആ ഒരു മെസ്സേജ് അവൻ അയച്ചത് തന്നെ. പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുക, ഈ ഒരു കാര്യം നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഋതപ്പനെ ഏത് തരത്തിൽ ബാധിക്കും, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും വിമർശിച്ച ഒരു കാര്യം തന്നെയാണ് രേണുവിന് ഈ ഒരു കാര്യത്തിൽ. അത് ഈ പറയുന്ന രീതിയിൽ അന്നൊക്കെ എന്തൊക്കെയായിരുന്നു വിഷയം, ഇതിനെതിരെ രേണു എന്തൊക്കെയാണോ എന്ന് പറഞ്ഞതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷനിൽ രേണുവിനെ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ നിൽക്കത്തില്ല. കാരണം രേണു ഇതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരട്ടെ. പക്ഷെ മുൻപ് എന്തൊക്കെയായാലും സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ കിച്ചു ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട്, അല്ലെങ്കിൽ കിച്ചു ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ട് കിച്ചുവിനെ കുറ്റം പറയാനും പറ്റത്തില്ല. കിച്ചുവിനെ ഞാൻ കുറ്റം പറയുകയില്ല. കാരണം അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ, എന്തൊക്കെയായിരുന്നു നടന്നതെന്നുള്ളതും അതോടൊപ്പം തന്നെ രേണുവിനെ എത്രത്തോളം ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു പ്രശ്നത്തിൽ സബ്സ്ക്രിപ്ഷൻ, ലൈവ്, അതിനുള്ളിൽ കാണിച്ച ഓരോ കാര്യങ്ങളും ഒക്കെ തന്നെയും പല തരത്തിൽ പല രീതിയിൽ വിമർശനത്തിന് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് കിച്ചുവിനെ എത്രത്തോളം ബാധിച്ചു, കിച്ചു എന്ന മകനെ അത് എത്രത്തോളം ബാധിച്ചു, അവനത് തുറന്നു പറഞ്ഞു. അവനത് രേണുവിൻ്റെ മുന്നിൽ തന്നെ, അത് ഈ പറയുന്ന രീതിയിൽ മെസ്സേജ് അയച്ച് രേണുവിനെ അറിയിച്ചു. അപ്പോൾ രേണു കൊടുത്ത മറുപടി ഇതാണെന്നും പറഞ്ഞു. അതോടുകൂടി അവൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്തിനാണ് അവൻ ആ ഒരു രീതിയിൽ പറയുന്നതും, പിന്നെ എന്തിനാണ് അവൻ രേണുവിൻ്റെ അടുത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ വീണ്ടും ഒരു ഇത് കാണിക്കേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് തോന്നിയ കാര്യം അവൻ തുറന്നു പറഞ്ഞു. അപ്പോൾ അമ്മയിൽ നിന്നും കിട്ടിയ റിപ്ലൈ എങ്ങനെയാണ് എന്നതും അവൻ പറഞ്ഞു. പിന്നെ ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇനി ഞാൻ ഒന്നും പറയാനോ എടുക്കാനോ ഒന്നുമില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ആ കാര്യത്തിൽ അവനെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ അവന് ശരിയെന്ന് തോന്നുന്നത് അവൻ ചെയ്യട്ടെ, രേണുവിന് ശരിയെന്ന് തോന്നുന്നത് രേണുവും ചെയ്യട്ടെ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രേണു റിക്കവറായിട്ട് വരട്ടെ. എന്നിട്ടും അവൻ അവസാനവും തുറന്നു പറഞ്ഞു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കാരണം തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ അവനും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തോ വേണം ഇവിടെ? ഇതിൽ കൂടുതൽ എന്തോ വേണം? സോ ഇനിയും അനാവശ്യമായിട്ട് കിച്ചുവിനെതിരെ ഈ പറയുന്ന രീതിയിൽ രേണുവിനോട് ഇഷ്ടമുള്ളവരെ ആവശ്യമില്ലാത്ത രീതിയിൽ കമൻറ്റ് കൊണ്ട് അവനെ ഒരുമാതിരി നെഗറ്റീവ് അടിച്ച് ഇല്ലാതാക്കാനായിട്ട് നോക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീർക്കുക. അവൻ എന്താണ് എന്നുള്ളത് തുറന്നു പറയും. ഇത് അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ്.
കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് അടിക്കുന്ന ഓരോരുത്തരും ഇത് അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇനിയെങ്കിലും ഇമാതിരിയുള്ള പരിപാടി നിർത്തുക. ഈ പറയുന്ന കമൻറ്റ് ചെയ്യുന്നവർ രേണുവിൻ്റെ ഇഷ്ടത്തിന് പോട്ടെ, കിച്ചുവിൻ്റെ ഇഷ്ടത്തിന് പോട്ടെ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഇതിനൊരു പ്രതികരണവുമായിട്ട് ദയവ് ചെയ്ത് രേണു രംഗത്ത് വരാതിരിക്കുക. വീഡിയോസ് ചെയ്ത് ഇനി അത് വേറൊരു തരത്തിലോട്ട് എത്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അത്രമാത്രമേ പറയാവൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കിച്ചുവിനെ കുറ്റം പറയാനായിട്ട് ഞാനില്ല. കിച്ചുവിനെ കുറ്റം പറയാനായിട്ടുള്ള ഒരു വശവുമില്ല ഇതിൽ. അവനുണ്ടായ കാര്യം അവൻ തുറന്നു പറഞ്ഞു. അത് അവൻ രേണുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുവിൽ നിന്ന് അവന് കിട്ടിയ റിപ്ലൈ എന്താണെന്നും അവൻ തുറന്നു പറഞ്ഞു. അവർ ഋതപ്പൻ്റെ കാര്യം പോലും അവൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കിച്ചുവിനെ ഞാൻ കുറ്റം പറയത്തില്ല. അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്തുകൊണ്ടാണ് അവൻ കാണാൻ പോകാതിരുന്നത് ഇത്രയും നാൾ? എന്തുകൊണ്ടാണ് അവൻ ആ ഒരു രീതിയിൽ രേണുവുമായിട്ട് അകന്നത്? അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അവൻ തന്നെ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് തുറന്നു പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയതാരാണ്? അവനായിട്ടത് ചെയ്തതല്ല, അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അത്രമാത്രമേ പറയാവുള്ളൂ. കിച്ചു ആയാലും രേണു ആയാലും അവരുടെ വഴിക്ക് പോട്ടെ. രേണു ഇതിൽ നിന്നെല്ലാം റിക്കവറായിട്ട് വരട്ടെ. കിച്ചു അവൻ്റെ വഴിക്ക് അവൻ സ്വയം അവൻ ജീവിക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ അവൻ്റെ വഴിക്ക് വിടുക. വെറുതെ നെഗറ്റീവ് വിളിച്ച് ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക.